നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് ആക്ച്വലി ഈ റീഡിങ്. ഓക്കെ, ഞാൻ സ്പെസിഫിക്കലി നിങ്ങളിത് കാണുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, ഒരു കോൺടാക്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണുമ്പോൾ നമ്മളത് അതിനുള്ള ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തീർച്ചയായിട്ടും ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺടാക്ട് വരും എന്ന രീതിക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത് അതിനുള്ള ഒരു സ്പെഷ്യൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിക്കോളൂ. മാനിഫെസ്റ്റിംഗ് കോൺടാക്ട്, മാനിഫെസ്റ്റിംഗ് മെസ്സേജ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ റീഡിംഗ് കാണാം. ആൻഡ് നമുക്ക് ബിഗ് പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് റീഡിംഗ് എടുക്കാം. ആൻഡ് വി ആർ ട്രൈങ് ടു മാനിഫെസ്റ്റ് എന്ന് പറയാം. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ കൊണ്ട് നമ്മൾ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോലെ നമുക്ക് ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്നിരിക്കും. ഓക്കെ, ഞാനത് ആ പോസിറ്റീവ് വൈബ് യൂണിവേഴ്സിനോട് ഞാൻ ആ പോസിറ്റീവായിട്ട് ഒരു ഇത് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. 9 cups, 4 of wands and 6 of wands. Beautiful energy. Okay, yes, നിങ്ങൾ ആഗ്രഹിച്ച പോലെ തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓക്കെ അവരെ ഒരു ഫീലിങ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ശരിക്കും അവരെ ഒരു വിഷാണ്, നിങ്ങളെ ഓക്കെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ അവരുടെ ഡ്രീമാണെന്ന് പറയാം. ഓക്കെ, യു ആർ ദെയർ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും എവിടെയോ ലൈക്ക് നമ്മൾ പറയില്ലേ, കണ്ണടച്ചിരുന്ന് ഒരു ചിന്തിച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊടുക്കുന്ന വ്യക്തികളാണ്, നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. നിങ്ങളുമായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് ആഗ്രഹിക്കുന്ന, ആക്ച്വലി 2 കാർഡ് മാരേജിൻ്റെ ആണ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്നു, ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു. പറ്റുന്നവർക്ക് സിംഗിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് അല്ല, ഡൈവേഴ്സ്ഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്, വട്ടെവർ. ഓക്കെ, നിങ്ങൾക്കൊരു മാരേജ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് തീർച്ചയായിട്ടും അവരത് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു യൂണിയൻ ആക്ച്വലി ഇവിടെ യൂണിയൻ്റെ കാർഡാണിത്. യെസ്, ഇതൊരു നമ്മൾ യൂണിയൻ എന്ന രീതിക്കാണ് 4 of wands വിളിക്കാം. സോ ആക്ച്വലി ഇത് 11 കാർഡാണ്. ഓക്കെ, സോ 11 യെസ്, ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക കോൺടാക്റ്റ് ആണ് ഞാനിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ 11 ആണ്. നിങ്ങൾ ക്ലെയിം ചെയ്യൂ. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആണ്. അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ആണ്, നിങ്ങൾ തമ്മിൽ മാരേജ് പോസിബിലിറ്റി ആണ്. ആൻഡ് ഇവിടെ 6 of wands സക്സസ് ആണ്. സോ യെസ്, ഒരു സെലിബ്രേഷൻ, ആഘോഷം എന്ന രീതിക്കാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തിരിച്ചു വരാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 2 of pentacles ഉണ്ട്, കൺഫ്യൂഷൻ കാണുന്നുണ്ട്. യെസ്, 4 of swords ഉണ്ട്, സെപ്പറേഷൻ എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവാം, അവരുടെ മനസ്സിൽ ഇതുവരെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം, സിറ്റുവേഷൻസ് വേറെ ഉണ്ടാവും, പല കാര്യങ്ങളും അവർ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എനർജി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ തിരിച്ചു വരാനാണ്. ഓക്കെ, സോ യെസ്, അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, തീർച്ചയായിട്ടും നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യും, നിങ്ങളോടൊരു മെസ്സേജ് വരും, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്ന പോലെ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി കുറച്ച് പേർക്ക് എല്ലാവരും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ടൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാർ കാർഡാണ്, ഹീലിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ തമ്മിൽ ഹീലിംഗ് ആണ്. സോറി, ഞാൻ എന്തിനാ ഈ ഡെഫിനറ്റ്ലി 2 ദിവസമായിട്ട് ഞാൻ വെറുതെ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാം, നിങ്ങൾ തമ്മിലൊരു ഹീലിംഗ് വരുമെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ഇതും വിഷ് കാർഡാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ് നടക്കും, ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ ബെറ്ററായിട്ട് ഹീലായിട്ട് വരുമെന്നാണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യൂ. ആൻഡ് ആ ക്ലെയിം ചെയ്യുമ്പോൾ ഇവിടെ 11 നിങ്ങൾ കമൻറ്റിൽ 11 എഴുതൂ. ചെയ്തായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി തിരിച്ചു വന്നു, നന്ദി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് പറയേണ്ടത്. ഓൾറെഡി വരും എന്ന രീതിക്കല്ല, ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. ഓക്കെ, യെസ്, എൻ്റെ കൂടെയാണ് അവർ, ഞങ്ങൾ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾ കോൾ ചെയ്തു, എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് വന്നു, ഞങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു എന്ന രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഇവിടെ ഹീലിംഗ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം പോലെ ഇവിടെ വിഷ് ഉണ്ടെങ്കിൽ ആ വിഷ് തീർച്ചയായിട്ടും നടക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് Ace of Swords, Lovers and യെസ്, ഞാൻ എൻ്റെ
ഞാനിന്ന് ശരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ കാർഡ്സിലുള്ളത് നിങ്ങൾക്ക് സത്യമായിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആൻഡ് യെസ്, കാർഡ്സ് എനിക്ക് അലൈനായിട്ട് വന്നിട്ടുണ്ട്. 3 of Wands ആണ് പ്ലാനിങ്ങിൻ്റെ കാർഡ്. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, മേ ബി അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലാനിങ് സ്റ്റേജിലാണെന്ന് കാണുന്നുണ്ട്. അവർ എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാം, എങ്ങനെയാണ് ഞാൻ ഒന്ന് കാണുക, പെട്ടെന്ന് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി സംസാരിച്ചാൽ ശരിയാവും, അതോ വേറെ ആരോടെങ്കിലും ഒന്ന് ത്രൂ വന്ന് അന്വേഷിക്കണോ, അങ്ങനെ പലതും അവർ ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നമ്മൾ ആക്ഷൻ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഈസ് ഓഫ് സോർട്സ് ആക്ഷനാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജാണ്, കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്ത ആക്ഷനിലേക്ക് മാറാൻ തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഈസ് ഓഫ് സോർട്സ് നമ്മൾ ക്ലാരിഫിക്കേഷനാണ്, നമുക്ക് ക്ലാരിറ്റി എന്ന് പറയാം, ട്രൂത്ത് എന്ന് പറയാം, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയാം. സോ യെസ്, നിങ്ങളോട് അവർ വളരെ ക്ലാരിറ്റിയോടെ അവർ വന്ന കാര്യങ്ങൾ വന്ന് തിരിച്ചു വന്ന് ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. വേറെന്താ വേണ്ടത് നമുക്ക്? ലവേഴ്സ് എനർജി ആൻഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, അവരുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നിങ്ങളുമായിട്ട്. അവർ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. റിയൂണിയൻ എനർജി വീണ്ടും വന്നു. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും റിയൂണിയൻ ഉണ്ട് ഇവിടെ. കിങ് ഓഫ് കപ്സ് എനർജി, യെസ്, ഫീലിങ്സ് ഒരുപാട് സ്ട്രോങ് ആണ്. നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തിയാണ്. ബട്ട് ഇവിടെ നമുക്ക് ആ മാറ്റമാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ലൈക്ക് ആ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ യെസ്, ക്ലെയിം ദസ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോഴേക്കും വരും, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു എനർജി നിങ്ങൾക്ക് വരട്ടെ. എത്രയും വേഗം നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ നിങ്ങൾ ക്ലെയിം ചെയ്യും. ഓക്കെ, യൂണിവേഴ്സ് എന്താ കാണിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഗോസിപ്പ് കാണുന്നുണ്ട്, ബൗണ്ടറീസ്, ജലസി, ഹാപ്പിനെസ്, ഹാർമണി, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് വേണ്ടത് തന്നെയായിരുന്നു. സോ ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വന്നത് ചിലപ്പോൾ ഗോസിപ്പ് കാരണമായിരിക്കാം. വേറെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് സംസാരിച്ചെന്തെങ്കിലും നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലോ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കാണാം. സോ അതുകൊണ്ട് വന്ന പ്രോബ്ലംസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. സോ ഒരു ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു കളിക്കാൻ ശ്രമിച്ച പോലെ. ബൗണ്ടറീസ് കാണുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ഒരു അകൽച്ച, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. യെസ്, നിങ്ങൾ തമ്മിലൊരു ചെറിയൊരു അകൽച്ച, സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ജലസി കാണുന്നുണ്ട്. സോ ആരോ നിങ്ങളുടെ ഇടയിൽ ഐ തിങ്ക് നിങ്ങൾക്ക് മെയിൻലി ഇവിടെ കണ്ണു തട്ടൽ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ബട്ട് ആ സമയത്ത് പെട്ടെന്ന് ഐ തിങ്ക് ഇവിടെ ആരുടെയെങ്കിലും കണ്ണു തട്ടലായിരിക്കാം. അല്ലെങ്കിൽ മാത്രമല്ല മേ ബി നിങ്ങളുടെ ബന്ധം നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിപ്പോൾ ആരും ആവാം, അവരുടെ ലൈഫിൽ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലായിരിക്കാം, എനിബഡി ആയിരിക്കാം. ഓക്കെ, സോ ഗോസിപ്പ് ഉണ്ട് ആൻഡ് ജലസിയും ഉണ്ട്. രണ്ട് കാര്യം, ഒന്ന് നിങ്ങളുടെ കണ്ണുതട്ടിയ ഒരു ഫീലിംഗ് ഉണ്ട്, അത് മാത്രമല്ല നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ഇവിടെ. ബട്ട് ഇവിടെ എന്തൊക്കെ തന്നെ ആയാലും ഓക്കെ, നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. ഹാപ്പിനെസ്, നിങ്ങൾ ഫിറ്റ് വെൽ ടുഗെദർ, ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ്, ഡീപ്പ് കണക്ഷൻ. യെസ്, നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ, ഡീപ്പ് കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ ഹാർമണി, വർക്കിംഗ് വെൽ ടുഗെദർ അഗൈൻ. ഓക്കെ, ഫിറ്റ് വെൽ ടുഗെദർ, വർക്കിംഗ് വെൽ ടുഗെദർ, ബീയിങ് ഇൻ ട്യൂൺ, ബിൽഡിംഗ് ഡീപ്പ് ട്രസ്റ്റ്. യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു സ്നേഹം ആൻഡ് അറ്റൻഷൻ, നിങ്ങൾ തമ്മിൽ സ്നേഹം, കെയർ, കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ആൻഡ് ഇവിടെ പൂക്കളുടെ എനർജി ഉണ്ട്. സോ മേ ബി പൂവായിട്ട് അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ക്ലെയിം ചെയ്യും. നിങ്ങൾ ഈ എനർജി വളരെ സ്ട്രോങ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ച പോലെ. ഓക്കെ, മാനിഫെസ്റ്റിംഗ് ആ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ താഴെ 11 കമൻറ്റ് ചെയ്യുക. ആൻഡ് സേ ദാറ്റ് എന്ത് തന്നെ ഉണ്ടെങ്കിലും പേഴ്സൻ്റെ മനസ്സിൽ ഞാനാണ്. ആൻഡ് അവർ ആക്ച്വലി കാണുന്നത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലത്. നിങ്ങളെ ഓർത്ത് ആക്ച്വലി ഒരു ലേശം സാഡ് ഫീലിംഗ് കൂടിയാണ്. നിങ്ങൾ മിസ്സിംഗ് എനർജി പോലെ പറയാം. മനസ്സിൽ ഒരുപാട് സ്നേഹം വെച്ചിരിക്കുന്ന പോലെയാണ്. ഓക്കെ, അതൊക്കെ എക്സ്പ്രസ് ചെയ്യും, പേടിക്കേണ്ട. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ വേറെ വേറെ ആയിരിക്കും. ഇപ്പം നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു കമ്മ്യൂണിക്കേഷൻ തിരിച്ചു വരുന്ന രീതിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, ക്ലൈമറ്റ് ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.